ഞങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ. കേണൽ സോഫിയ ഖുറേഷിക്ക് സല്യൂട്ട് നൽകുന്ന ബലൂച്ച് പെൺകുട്ടി, ഒരു മിടുക്കി പെൺകുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുന്നത്. വാർത്താ സമ്മേളനം നടക്കുന്ന സമയമാണ് ഈ പെൺകുട്ടി ടിവിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സല്യൂട്ട് നൽകുന്നത്. മീർ യാർ ബലോച്ച് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ബലൂച്ച് ആകട്ടെ ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. കാരണം പാകിസ്ഥാന്റെ ക്രൂരതയിൽ മനം നൊന്നുകൊണ്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. അതിനൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും. ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട്. അതും വലിയ തോതിലാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഇന്ത്യ വിദേശ ആക്രമണങ്ങളെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംയുക്ത സംഘടിത ഭീകരതയെയും ISIയെയും പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റ് ഫണ്ടുകളും പരിശീലനവും ഭാരതത്തിനെതിരെ പോരാടാൻ അവരെ പ്രേരിപ്പിക്കുന്ന ജിഹാദി സേനകളെയും നേരിടുന്നു. നരേന്ദ്രമോദിജി 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ ജനവിധിയും 2 സഭകളുടെയും അമിതമായ പിന്തുണയും ആയാൽ രാജ്യത്ത് ഉടനീളം തന്നെ ലോകത്തിൻ്റെയും പിന്തുണയും ഉള്ളതിനാൽ തന്നെ POK, ബലൂചിസ്ഥാൻ, സിന്ധുദേശ് എന്നിവയെ മോചിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭൂപടത്തിലെ പിശകുകൾ തിരുത്തുന്നതിനിപ്പോൾ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം ആവശ്യമാണ്. 26/11 ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് ഇത്തരം വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കും. പുൽവാമ, ഉറി, പാത്തൻകോട്ട്, പഹൽഗാം എന്നിവ ബലൂച്ച്, സിന്ധി, പദ്ഭൂഷൺ, കാശ്മീരി ജനത എന്നിവരുടെ ദുരന്തങ്ങൾക്ക് അറുതി വരുത്തും എന്നതാണ് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ സംഘർഷത്തിന് വിരാമമാകുമ്പോഴും പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന ആഭ്യന്തര കലാപമായിരുന്നു രൂക്ഷമായ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് വന്നിരുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രാജ്യത്ത് 39 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നതാണ് വാർത്തകൾ നമുക്ക് വന്നിരുന്നതും. ഇവർ പാക് സൈനിക വാഹനത്തെ ലക്ഷ്യമിട്ട് നടത്തിയെന്ന പേരിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം BLAയുടേതെന്ന പേരിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള വാർത്താക്കുറിപ്പും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ആകെ 39 സ്ഥലങ്ങളിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ കാൽത്ത് ജില്ലയിലെ മാങ്കേച്ചർ നഗരത്തിലെ നിയന്ത്രണം വത്തേ സ്ക്വാഡ് ഏറ്റെടുത്തതായി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. പോലീസുകാരെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുക്കുന്നുവെന്നും പിന്നീട് പോലീസുകാരെ വിട്ടയച്ചുവെന്നുമായിരുന്നു അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നതും. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ 39 ഇടത്തായിരുന്നു പാക് പട്ടാളവുമായി തങ്ങൾ ഏറ്റുമുട്ടിയതായും അവർ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ നിർണായകമായ മുന്നേറ്റമായിരുന്നു ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയത്. തലസ്ഥാനമായ ക്വാറ്റ് പിടിച്ചെടുത്തുകൊണ്ട് അതിന് പിന്നിലെ കലട്ട് ജില്ലയിലെ മാങ്കേച്ചർ നഗരത്തിന്റെ നിയന്ത്രണവും പിടിച്ചെടുത്തെന്നായിരുന്നു അവർ അവകാശപ്പെട്ടതും. ബലൂചിസ്ഥാനിൽ ഉടനീളമുള്ള 39 വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നും BLA വക്താവ് വ്യക്തമാക്കിയിരുന്നു. ബലൂചിസ്ഥാനിലെ ദാവൂ സമ്പത്ത് അനധികൃതമായി വേർതിരിച്ചെടുക്കാൻ പുറത്തുള്ളവരെ സഹായിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന സൈനിക വാഹന വ്യൂഹങ്ങളെ ആക്രമിച്ചുവെന്നായിരുന്നു BLA പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ പ്രദേശത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഇവർ പിടിച്ചെടുത്തു. അതുപോലെ ദേശീയ പതാകകൾ ഉപരോധിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ BLA നടത്തിവരികയായിരുന്നു ചെയ്തത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിമതർ ശക്തമായി തന്നെ മുന്നേറ്റമാണ് നടത്തിയതും. വിവിധ സ്ഥലങ്ങളിൽ അവർ സ്ഥാപിച്ചിരുന്ന പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞുകൊണ്ട് സ്വന്തം പതാക സ്ഥാപിക്കുകയാണ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.